എൻ.എം. വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം അത് തുടരുന്നുണ്ട്. എ.പി. അനിൽകുമാർ എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള സംഘം എൻ.എം. വിജയന്റെ കുടുംബവുമായി ചർച്ച നടത്തും. കുടുംബം പരസ്യ പ്രതികരണം ശക്തമാക്കിയതോടെയാണ് കോൺഗ്രസിന്റെ നീക്കം. വിവരങ്ങൾ നൽകാനായി സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, ഇന്നലെ കടുത്ത ഭാഷയിലാണ് എൻ.എം. വിജയന്റെ കുടുംബം സംസാരിച്ചത്. ഒരു 10 ലക്ഷം രൂപ മാത്രമേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ, മറ്റൊരു സഹായവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, എന്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു നേതാക്കളും പിന്നെ കണ്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പോലും അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ ആണെന്ന് വരെ കുടുംബം വ്യക്തമാക്കി. അപ്പോൾ കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾ ഏത് രീതിയിലാണ്? നിലവിൽ ഇപ്പോൾ എൻ.എം. വിജയന്റെ കുടുംബത്തിനുള്ളത് 2.5 കോടി രൂപയുടെ കടമാണ്. അതിൽ 10 ലക്ഷം രൂപ മാത്രമാണ് KPCC നേതൃത്വം ഇതുവരെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുമായിട്ടില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് എൻ.എം. വിജയന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത്രയും വലിയൊരു കടബാധ്യത തങ്ങളെ കൊണ്ട് വീട്ടിൽ തീർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളൊരു കാര്യം പലതവണയായി KPCC നേതൃത്വത്തിനെയും അതുപോലെ തന്നെ വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയുടെയും മുൻപിൽ പലതവണയായി പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ നല്ല രീതിയിലുള്ള ഒരു മറുപടി ലഭിച്ചില്ല. പറഞ്ഞ വാക്കുകൾക്കൊന്നും തന്നെ ഒരു വില പോലും നൽകാത്ത രീതിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ളൊരു ആരോപണമായിരുന്നു മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ എൻ.എം. വിജയന്റെ കുടുംബം ആരോപിച്ചത്. അതിന്റെ ഭാഗമായി വീണ്ടും പരാതി ഉന്നയിക്കാനായിരുന്നു ഇന്നലെ പ്രിയങ്ക ഗാന്ധി കാണാനായി അവർ ശ്രമിച്ചത്. എന്നാൽ പ്രാദേശിക നേതാക്കൾ ചേർന്ന് അവരെ തടഞ്ഞു വെക്കുകയായിരുന്നു എന്നുള്ളൊരു ആരോപണങ്ങൾ കൂടി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് 10 ദിവസം സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു ഡെഡ് ലൈൻ പൂർത്തിയാവുകയാണെങ്കിൽ അതിനുശേഷം കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളുടെയും യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കുമെന്നുള്ള ഒരു ഭീഷണി സ്വരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണി പോലും ആയി എൻ.എം. വിജയന്റെ കുടുംബം രംഗത്ത് വന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ടി സിദ്ദിഖ് MLA എൻ.എം. വിജയന്റെ കുടുംബവുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ടി സിദ്ദിഖ് MLAയുമായി നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എ.പി. അനിൽകുമാർ MLA അടക്കമുള്ള നേതാക്കളുടെ ഒരു സംഘം ചേർന്നുകൊണ്ട് കുടുംബവുമായി ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു എന്നുള്ളൊരു നീക്കത്തിലേക്ക് നീങ്ങുന്നത്. കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുപോലെ തന്നെ KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പുനഃസംഘടന അടക്കം നടക്കുന്ന സമയത്ത് എൻ.എം. വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഉയരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകുമെന്ന ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറാവുന്നത്.